ഹലോ എവറി വൺ. ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഏതൊരു ഒബ്ജക്റ്റിനെയും മറ്റൊരു സിമ്പിൾ ഷേപ്പിൻ്റെ ഒരു പാറ്റേൺ ഗ്രിഡായി എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്ലെൻഡറിലെ ജിയോമെട്രി നോഡാണ്. ബോട്ടം വിൻഡോ ഞാൻ ജിയോമെട്രി നോഡ് എഡിറ്ററായി മാറ്റാൻ പോവുകയാണ്. എന്നിട്ട് ന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോഡിഫയർ ഒബ്ജക്റ്റിൽ ആഡ് ആവുന്നതാണ്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഏത് ഷേപ്പ് ഒബ്ജക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ക്യൂബ് തന്നെ വേണമെന്നില്ല, കാരണം ഈ ബേസ് ജിയോമെട്രി ഡിലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു ഗ്രിഡ് ആഡ് ചെയ്യുക. ഗ്രിഡിനോട് കണക്ട് ചെയ്യുമ്പോൾ ഈ ജോമെട്രി ഒരു ഗ്രിഡായി മാറുന്നത് നമുക്ക് കാണാം. ഈ ഗ്രിഡിലെ വെർട്ടിസസിലാണ് നമ്മൾ നമ്മുടെ വേണ്ട ഷേപ്പ് ഇൻസ്റ്റൻസ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഇൻസ്റ്റൻസ് ഓൺ പോയിന്റ് നോഡ് ആഡ് ചെയ്യുക. അപ്പോൾ ഗ്രിഡ് ഡിസപ്പിയർ ആവും, കാരണം നമ്മൾ ഇൻസ്റ്റൻസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. സോ ഇവിടെ നമുക്കൊരു ക്യൂബ് ആഡ് ചെയ്യാം ആസ് ആൻ ഇൻസ്റ്റൻസ്. ഇതൊന്ന് സ്കെയിൽ ഡൗൺ ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും ഓരോ വെർട്ടിസസിലും ക്യൂബ് ഇൻസ്റ്റൻസ് ആയി കിടക്കുന്നത്. അറ്റ് ദ മൊമെന്റ് നമുക്ക് 3 വെർട്ടിസസ് എക്സിലും 3 വെർട്ടിസസ് വൈയിലും ഉണ്ട്. അപ്പോൾ ടോട്ടൽ 9 ഇൻസ്റ്റൻസസ് നമുക്ക് കിട്ടിയത്. ലെറ്റ്സ് മേക്ക് ഇറ്റ് 50/50. സോ ടോട്ടൽ നമുക്കൊരു 250 പോയിന്റ്സ് കിട്ടും. എന്നിട്ട് സ്കെയിൽ ഒരു 0.015 കൊടുക്കുക. ഇപ്പോൾ എല്ലാ ക്യൂബ്സും ഒരു ഗ്രിഡ് ഫോർമേഷനിൽ വന്നിട്ടുണ്ട്. ഈ ഇൻഡിവിജ്വൽ ക്യൂബ്സിലേക്കായിരിക്കും നമ്മൾ ഇമേജിൻ്റെ പിക്സൽസ് പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ മെറ്റീരിയൽ ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ഷെയ്ഡർ എഡിറ്റർ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഡിസൈഡ് ഇമേജ് സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് ആഡ് ചെയ്യാം. ഇപ്പോൾ ഈ ടെക്സ്ചർ വിസിബിൾ ആയിരിക്കില്ല, കാരണം ജിയോമെട്രി നോഡിൽ നമുക്ക് ഈ മെറ്റീരിയൽ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫോർ ദാറ്റ് വി ക്യാൻ ആഡ് എ സെറ്റ് മെറ്റീരിയൽ നോഡ് ഇൻ ജിയോമെട്രി നോഡ് 3. എന്നിട്ട് സെയിം മെറ്റീരിയൽ ഇവിടെ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ടെക്സ്ചർ ഇതിലേക്ക് മാപ്പ് ചെയ്യണം. അതിനായിട്ട് ഇമേജ് നോഡ് ക്ലിക്ക് ചെയ്തിട്ട് Ctrl+T പ്രസ് ചെയ്താൽ നമുക്ക് മാപ്പിംഗ് നോഡ് വരും. അതിൽ ടെക്സ്ചർ കോഡിന് ഡിഫോൾട്ട് ടെക്സ്ചർ കോഡിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് ഒരു ഒബ്ജക്റ്റ് ഇൻഫോ നോഡ് ആഡ് ചെയ്യാം, കാരണം ഈ ഒരു നോഡിലെ ജോമെട്രി നോഡിലകത്തുള്ള വാല്യൂ റീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൽ ലൊക്കേഷൻ വെക്ടറിലേക്ക് കണക്ട് ചെയ്താൽ നമുക്ക് ഇമേജ് ഡിസ്പ്ലേ ചെയ്ത് കാണാം. അതിൻ്റെ കോർഡിനേറ്റ്സ് ഒരു 0.5 എക്സ് ആൻഡ് വൈയിൽ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്താൽ കറക്റ്റ് ഇമേജ് പ്ലേസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ ഓരോ ഇൻഡിവിജ്വൽ ക്യൂബ്സും ഓരോ ഡിസ്റ്റിങ്ക്റ്റ് കളേഴ്സാണ് നമുക്ക് കിട്ടുന്നത്. കുറച്ചുകൂടെ റെസൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചെറിയ ക്യൂബ്സ് അല്ല കുറച്ചുകൂടിയും കൂടുതൽ വെർട്ടിസസ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് ഈ ഒരു എഫക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ക്യൂബ് ഇൻസ്റ്റൻസിങ്ങിന് പകരം നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഫോർ നൗ നമുക്ക് ഒരു ഐക്കോസ്ഫിയർ ആഡ് ചെയ്ത് നോക്കാം. ഈ സ്ഫിയേഴ്സ് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് ഷെയ്ഡ് സ്മൂത്തിനോട് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ ഒരു ഒബ്ജക്റ്റ് ഇതിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു സൂസൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുകയാണ്. റൊട്ടേഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബേസ് ഷേപ്പ് എടുത്തിട്ട് ഒരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു ട്രാൻസ്പെറൻറ്റ് PNG ഇമേജ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ആ ട്രാൻസ്പെറൻറ്റ് പാർട്ട് നമുക്ക് റിമൂവ് ചെയ്തിട്ട് ആ ട്രാൻസ്പെറൻ്റ് ആയ സ്ഥലത്തെ ക്യൂബ് റിമൂവ് ചെയ്തിട്ട് ഒരു കൂൾ എഫക്റ്റ് നമുക്ക് കിട്ടുന്നതാണ്. അതിനായിട്ട് ഈ ഇമേജ് ഞാനൊരു ബ്ലെൻഡർ ലോഗോ ഒരു ട്രാൻസ്പെറൻറ്റ് ലോഗോ ആയിട്ട് റീപ്ലേസ് ചെയ്യാണ്. എന്നിട്ട് ആൽഫയിലേക്ക് കണക്ട് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് റെസൊല്യൂഷൻ അപ്പ് ചെയ്യാം, വെർട്ടിസസിൻ്റെ എണ്ണം കൂട്ടിയിട്ട്. അതിനിടയിൽ ഒരു കളർ റാമിനോട് ആഡ് ചെയ്തിട്ട് കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആർട്ടിഫാക്റ്റ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുറച്ചുകൂടെ ക്ലീൻ ആയുള്ള റിസൾട്ട് നമുക്ക് കിട്ടി. ഇതിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻ, അഡ്വാൻസ്ഡ് ജിയോമെട്രി നോഡ്സ് നമുക്ക് വരും വീഡിയോസിൽ കാണാം. സോ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.